ഇനി അടുത്തതായി വയനാടിൻ്റെ സ്വന്തം ശ്രീ അബു സലീമിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജോൺ ബ്രിട്ടാസ്, മമ്മുക്ക, MPV, ജോയ് മാത്യു, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ആതുര സേവന രംഗത്ത് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 3 വ്യക്തികൾക്കാണ് ഇവിടെ അവാർഡ് വിതരണം ചെയ്തത്. അതിലൊന്ന് വയനാട് കൂടി ഉണ്ടെന്ന് അറിഞ്ഞതിൽ കൂടുതൽ അഭിമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങ് ഇവിടെ നടത്തിയ കൈരളി പീപ്പിൾസ് ചാനലിനും അതോടൊപ്പം അത് ഏറ്റെടുത്ത മാതൃഭൂമിയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മേലിലും വലിയ പരിപാടികൾ കൽപ്പറ്റയിൽ, വയനാട്ടിൽ സംഘടിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം, നമ്മുടെ പ്രിയങ്കരൻ, നമ്മുടെ സ്വന്തം മമ്മൂക്ക നമ്മോട് സംവദിക്കുവാൻ പോവുകയാണ്. അതിനെ അദ്ദേഹത്തെ വളരെയധികം സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. സാധാരണ എല്ലാ അവാർഡ് പരിപാടികൾക്കും എല്ലാവരും പ്രസംഗിച്ച ആൾക്കാർ ഒരുതരം ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ ദുർഭാഷണം കേൾക്കാൻ നിങ്ങൾക്ക് വിധിയുണ്ടാവും. ഞാൻ വയനാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു 10-15 ദിവസമായി, 10-12 ദിവസമായി. അപ്പോൾ ഈ അവാർഡിൻ്റെ വെന്യൂ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ സാധാരണ ഒരു മുന്തിയ പട്ടണങ്ങളിലാണ് ഞങ്ങളുടെ അവാർഡുകൾ നടത്തപ്പെടുന്നത്. കാരണം സ്പോൺസേഴ്സും ചില പ്രധാനികളുമൊക്കെ വന്നു ചേരാനുള്ള സൗകര്യം അനുസരിച്ചിട്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ ഇടത്തരം പട്ടണങ്ങളിലോ ഒക്കെയാണ് കോഴിക്കോട് വരെ എത്തിയിട്ടുള്ളൂ. ഈ അവാർഡ് കോഴിക്കോട് വെച്ച് നടത്തണമെന്ന് ബ്രിട്ടാസിനോട് ആവശ്യപ്പെട്ടപ്പോൾ ബത്തേരിയിൽ നിന്ന് കോഴിക്കോട് വരെ പോയിട്ട് വരണേ ഒരു ദിവസമാവും. അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ചുരത്തി കുടുങ്ങിയാൽ പിന്നെ അവാർഡ് അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുക്കണ്ട എന്നുള്ള അഭിപ്രായത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, നമുക്ക് എന്തുകൊണ്ട് വയനാട്ടിൽ വെച്ച് നടത്തിക്കൂടാ. വയനാട്ടിൽ വെച്ച് നടത്താൻ ഇപ്പോൾ ജോയ് മാത്യു നിങ്ങളെ നല്ലവണ്ണം സോപ്പിട്ടിട്ടുണ്ട്. നിങ്ങൾ വളരെ നല്ല ആളുകളാണ്, അതുകൊണ്ടാണ് ഇവിടെ ഷൂട്ടിങ്ങിന് വെച്ചതെന്ന്. ഷൂട്ടിങ് മൂപ്പർക്ക് അതിന് പറ്റിയ ലൊക്കേഷനും അതിൻ്റെ കാഴ്ചകളും കിട്ടാൻ വേണ്ടി വെച്ചാണ്. അവാർഡ് വെച്ചതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സഹകരണമാണ്, ആളുകൾ ഭയങ്കരമായിട്ട് ആളുകൾ കൂടുന്നുണ്ട് ഷൂട്ടിംഗ് കാണാനും. പക്ഷേ നമ്മുടെ ഷൂട്ടിങ്ങൊന്നും ഒരു തരത്തിലും തകരാറുണ്ടാവുന്നില്ല. എന്തുകൊണ്ട് നമുക്ക് വയനാട്ടിൽ വെച്ചുകൂടാ? കാരണം ഇതുപോലെയുള്ള പരിപാടികൾ വയനാട് പ്രദേശങ്ങളിൽ പൊതുവെ ആളുകൾ വരാനും വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം പരിപാടികളിലൊന്നും ഇങ്ങനെ വയ്ക്കാറില്ല. നമുക്ക് എന്തുകൊണ്ട് ഇവിടെ വെച്ചുകൂടാ? അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അങ്ങനെ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ വെച്ചത്. അതിന് പ്രധാന കാരണം ജോയ് മാത്യുവിൻ്റെ അങ്കിൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനുണ്ടായ എൻ്റെ അനുഭവം തന്നെയാണ്. അക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. സാധാരണ ഈ അവസാനം പ്രസംഗിക്കുന്ന ചില ആളുകളുടെ ചില ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പേ പ്രസംഗിച്ചു പോയ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു എന്ന് കയറി പിടിക്കാനാണ്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ ചില പോയിന്റ്സ് കുറിച്ച് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം പ്രസംഗിക്കുന്ന ആൾ ഈ ആദ്യം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് 99% പോയിന്റ്സ് ആദ്യമേ കത്തിച്ചിട്ടുണ്ടാവും. നമുക്ക് അവസാനം പ്രസംഗിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ അവസ്ഥയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത് ഈ ജോയ് മാത്യു, ജോൺ ബ്രിട്ടാസ് അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ പറഞ്ഞു പോയി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാനൊന്നുമില്ല. പിന്നെ എവിടെ നിന്ന് തോണ്ടിയെടുക്കുന്നതിനെ പറ്റി അപ്പോൾ എനിക്ക് പ്രസംഗിക്കാനൊന്നും ഇല്ല എന്നുള്ള കാര്യം തന്നെ പ്രസംഗിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ബ്രിട്ടാസ് രാവിലെ നടക്കാൻ പോകുമ്പോൾ കാതിൽ മരുന്ന് വെച്ചപ്പോൾ എൻ്റെ സംസാരിക്കുമ്പോൾ തൊണ്ട വിളറുന്നു, തൊണ്ട കാറുന്നു, തൊണ്ടയിൽ എന്തോ അസുഖം ഉണ്ടാകുന്നു. അത് അദ്ദേഹം രാവിലെ നടക്കാൻ പോകുമ്പോൾ കാറ്റ് കയറിയിട്ടാണെന്നൊക്കെ പറയുന്നു. അതിന് ചികിത്സയൊക്കെ പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ ആരോഗ്യം അത്രയൊക്കെ ഉള്ളൂ. രോഗം വരാത്തൊരു മനുഷ്യരില്ല. തീർച്ചയായിട്ടും ഞാനും ഡോക്ടറും മരുന്നും ഒക്കെ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്യാവുന്ന ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനൊരു വലിയ കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് മുന്നേ പ്രസംഗിച്ച ആളുകളുടെ പ്രസംഗത്തിൽ ഇപ്പോൾ MP വീരേന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് എന്തെങ്കിലും പിടിക്കാമെന്ന് വെച്ചാൽ അതിൽ നിന്നൊന്നും നമുക്ക് കിട്ടൂല. കംപ്ലീറ്റ് പുള്ളി കവർ ചെയ്ത് പോകും. നമുക്ക് അതിൽ നിന്നൊരു പോയിന്റ് പിടിക്കാനൊക്കെ കംപ്ലീറ്റ് പുള്ളി ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് അങ്ങോട്ടൊന്നും പറയാനില്ല. പക്ഷേ ഞാനിന്ന് അദ്ദേഹത്തോട് വൈകുന്നേരം വളരെ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ അതൊരു പോയിൻ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ അടിയന്തരാവസ്ഥ കാലത്ത് 85 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ജയിലിൽ കിടക്കുന്നതിനെ പറ്റി അദ്ദേഹം പറഞ്ഞു,
ജയിലിൽ കിടക്കുന്നതൊക്കെ കൊള്ളാം. നമ്മളൊരു വലിയ പ്രസ്ഥാനമാണ് ത്തിന് വേണ്ടിയാണ്, ഒരു ആശയത്തിന് വേണ്ടിയാണ്, നമ്മളൊരു വലിയ സമരം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജയിലിൽ കിടക്കുന്നത്. അന്ന് വീരേന്ദ്രകുമാറിൻ്റെ തലയ്ക്ക് 25,000 രൂപ വില വിട്ടിരുന്നു. ഇപ്പോൾ ഒരു വിലയില്ലെന്ന് പറയുന്നു. പുള്ളിയുടെ തലയ്ക്ക് ഇപ്പോഴും നല്ല വില കിട്ടും, അതിന് മാത്രം ഉണ്ട് ആ തലയിൽ. പക്ഷെ പുള്ളി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞു. നമുക്ക് ജയിലിനകത്ത് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. നമ്മളൊരു മുറിയിൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുന്ന മുറിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കള്ളനെ പേടിച്ചിട്ട് അകത്തുനിന്ന് കുറ്റിയിടും. നമ്മൾ സേഫാണ്, നമുക്ക് ഒരു പേടിയൊന്നുമില്ല. പക്ഷെ ഒരാൾ പുറത്തുനിന്ന് കുറ്റിയിട്ടാലൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തുറന്ന് പുറത്തു പോകാൻ പറ്റില്ല. അതാണ് നമ്മുടെ പാരതന്ത്ര്യം. നമുക്ക് സ്വാതന്ത്ര്യമില്ലാതെ ആകുന്നത് അവിടെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാകുന്നത് അവിടെയാണ്. അത് അദ്ദേഹം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും ആകുലനാകുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, നിങ്ങളിൽ ഓരോരുത്തർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ഡോക്ടർമാർക്കൊരു രാഷ്ട്രീയം. എനിക്കെൻ്റെ രാഷ്ട്രീയം അഭിനയവും സിനിമയുമാണ്. ഡോക്ടർമാർക്ക് രോഗികളും ചികിത്സയും മരുന്നുകളുമാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ മറ്റു പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യലാണ്. അപ്പോൾ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അപ്പം നമ്മളിന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം ഇവിടെ ഡോക്ടറും രോഗികളും മരുന്നും ഒക്കെയാണ്. ഇത് കൈരളി ഒരുപാട് അവാർഡുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന അവാർഡുകളിൽ സാധാരണ സിനിമ അവാർഡുകൾ പോലെ ഒരുപാട് പാട്ടും ഡാൻസും അങ്ങനത്തെ മിമിക്രി, കോമഡി, ഗാനമേള, എല്ലാ ഗ്ലാമറുള്ള ഭംഗിയുള്ള ആൾക്കാരെ കൊണ്ടുവരിക അങ്ങനെയൊന്നുമില്ല. ഈ അവാർഡിന് അങ്ങനെ ഒരു അവാർഡുകൾക്കുമില്ല. കതിരെന്ന് പറഞ്ഞിട്ട് മികച്ച കൃഷിക്കാർക്കുള്ള അവാർഡ്. കൃഷിക്കാർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ, പ്രത്യേകിച്ച് രാസവളങ്ങളെക്കപ്പുറത്തേക്ക് രാസവളങ്ങൾ ഉപയോഗിക്കാത്ത കൃഷി, ജൈവവളമായാലും ശരി മറ്റെന്ത് തരത്തിലുള്ള കൃഷിയായാലും ശരി, രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വിഷലിപ്തമായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പച്ചക്കറികളോ മറ്റു ഉൽപ്പന്നങ്ങളോ നമുക്ക് തരാതിരിക്കാനുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ അവാർഡാണ് ഞങ്ങൾ മികച്ച കൃഷിക്കാർക്ക് കൊടുക്കുന്ന കതിർ അവാർഡ്. പിന്നെ ഇന്നോടെക് എന്ന് പറഞ്ഞിട്ട് ഇന്നോവേഷൻസ് അവാർഡ്. നമ്മുടെ ആളുകൾക്ക് ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തൽ നടത്താനുള്ള ഒരു ആവേശവും പ്രോത്സാഹനവുമായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നോടെക്. മികച്ച വനിതാ സംരംഭകർക്ക് നമ്മുടെ സ്ത്രീകളെ വീണ്ടും സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനമായിട്ടാണ് ഞങ്ങൾ ഈ വനിതാ അവാർഡുകൾ ജ്വാല എന്ന പേരിൽ കൊടുക്കുന്നത്. ഒരുപാട് പുതിയ സംരംഭങ്ങളുമായി വളരെ ശക്തരായ, വളരെ ശക്തിമതികളായ വനിതകളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പുരസ്കാരങ്ങൾ കൊടുക്കാനും കൈരളി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷപൂർവ്വം പറയാനുള്ളൊരു കാര്യം, ശാരീരിക വെല്ലുവിളി ഏറ്റിട്ടുള്ള ഒരുപാട് സംരംഭകരുണ്ട്. തങ്ങളുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുറവുകളും അതിക്രമിച്ചുകൊണ്ട്, അല്ല അതിനെ അതിജീവിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ സംരംഭങ്ങൾ ചെയ്യാനും മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അവാർഡുകളുണ്ട്. പുതിയതായിട്ട് ഞങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അവാർഡ് പരിസ്ഥിതി സംരക്ഷകർക്ക് വേണ്ടിയുള്ളതാണ്, പരിസ്ഥിതി പ്രവർത്തകർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ആരോഗ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സാധാരണ ഉള്ള ജീവിതത്തിനും നമ്മുടെ ഉപജീവനത്തിനും ഏറ്റവും കൂടുതൽ സഹായവും നമുക്ക് സപ്പോർട്ട് നമ്മുടെ പരിസരങ്ങളാണ്, നമ്മുടെ പരിസ്ഥിതിയാണ്, നമ്മുടെ ഭൂമിയാണ്. അതിനെ സംരക്ഷിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് മികച്ച ആത്മാർത്ഥതയുള്ള പ്രവർത്തകരെ തിരഞ്ഞെടുക്കാനുള്ളതാണ് നമ്മുടെ പരിസ്ഥിതി അവാർഡ്. ഇത് പക്ഷേ ഇപ്പോൾ ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള അവാർഡാണ്. ഡോക്ടർമാരുടെ അവാർഡുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞ പോലെ ഇന്നും ജോയ് മാത്യുവും പറഞ്ഞു, നഴ്സുമാർക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുത്തുകൂടാണ്. നഴ്സുമാർക്ക് അവാർഡ് കൊടുക്കാനതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കാഞ്ഞിട്ടല്ല. ഡോക്ടർമാർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക വിഭാഗത്തിൽ അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തിൽ, പ്രത്യേക വിഷയത്തിൽ, പ്രത്യേകതരം ചികിത്സയിൽ അല്ലെങ്കിൽ പൊതു ചികിത്സയിൽ അങ്ങനെ നമുക്ക് പറയാൻ പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളുണ്ട്. നഴ്സുമാരെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് അവാർഡ് കൊടുക്കുക? നഴ്സുമാരെ നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുക? നഴ്സുമാരിൽ ഒരാൾ നല്ലവരാണ്, വല്ലവർ പോരാന്ന് പറയുന്നത് എങ്ങനെ? നമ്മളിൽ ഏതമ്മയാണ് നമ്മൾ നല്ല അമ്മയായി തിരഞ്ഞെടുക്കുക? നമ്മുടെ എല്ലാവരുടെയും അമ്മ നമുക്ക് ഏറ്റവും നല്ല അമ്മയാണ്. അതുപോലെയാണ് ആതുര സേവനത്തിന് നഴ്സുമാരുടെ സ്ഥാനം ഞങ്ങൾ കാണുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന്
ആലോചിച്ച് അതിനൊരു മാർഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈരളി അതിന് മുന്നിട്ടിറങ്ങും എന്ന് ഞാൻ ജോയ് മാത്യുവിനും നിങ്ങൾക്കും വാക്കുകൾ. ഞങ്ങളുടെ ഈ അവാർഡ് കിട്ടിയ ആളുകളെ പറ്റി രണ്ട് വാക്ക് പറയാതെ പോകുന്നത് ശരിയായതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അവാർഡുകളെ പറ്റി ജോൺ മാത്യു പറഞ്ഞ പോലെ ഇത് വളരെ സുതാര്യമാണ്. എനിക്ക് തന്നെ അറിയില്ല, അത് സത്യസന്ധമായിട്ട് അറിയാം. എനിക്ക് ആളുകളൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത് ഈ അവാർഡ്. ഞാൻ ഒരു പ്രത്യേക ഒരാൾക്ക് ഒരു അവാർഡ് കൊടുക്കാനുള്ള ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് ആരെയും സ്വാധീനിച്ചുണ്ടാക്കുന്ന അവാർഡല്ല ഇത്. പരിപൂർണമായിട്ടും സുതാര്യമായ അവാർഡാണ്. അങ്ങനെ നല്ല അവാർഡുകൾ കൊടുക്കുന്ന ആർക്കെങ്കിലും ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൈരളിക്ക് തരണം തീർച്ചയായിട്ടും. ഈ ഡോക്ടേഴ്സ് അവാർഡ് തീരുമാനിക്കുന്ന സാധാരണക്കാരുമല്ല. ഇത് ഡോക്ടർ ബി ഇക്ബാലും മുൻ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PK ജമീല രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഡോക്ടർമാരെ തിരഞ്ഞെടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ ആതുര സേവന രംഗത്തും അല്ലാത്ത പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്താനും അവരുടെ മികവ് അളക്കാനും കഴിവും കരുത്തുമുള്ള ആളുകളാണ് ഈ രണ്ടുപേരും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ അവാർഡ് ജേതാക്കളിൽ ഡോക്ടർ രാധാകൃഷ്ണൻ. ഒരുപാട് ആളുകളുടെ ഒരു പരാതിയാണ് ഈ വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രശ്നം. വെരിക്കോസ് വെയിൻ വളരെ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ സാധാരണ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ്. അതിന് വളരെ ഫലവത്തായ ഒരു ചികിത്സ പോലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൊരു കാലത്താണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഈ വെരിക്കോസ് വെയിന് പിന്നിൽ ജനിതക കാരണങ്ങളാണ് ആണെന്ന് കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ ജനിതക മാർഗത്തിലൂടെ മാറ്റങ്ങൾ വരുത്തി തലമുറയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഗവേഷണത്തിലാണ് അദ്ദേഹം. വളരെ അപൂർവമായിട്ടുള്ള ഈ ഫ്ലിബോലിംഫോളജി എന്ന് പറയുന്ന FICSൻ്റെ പുരസ്കാരം നേടിയ ലോകത്തിലെ ഏക ഡോക്ടറാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ അഭിനന്ദിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്ത അദ്ദേഹത്തിൻ്റെ വലിയ മഹാമനസ്കത കൂടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ ലഭിച്ച അവാർഡിൻ്റെ തുക അദ്ദേഹം തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജിയിലെ റിസർച്ച് ഫെലോകൾക്ക് സ്കോളർഷിപ്പിനായി സംഭാവന ചെയ്തു. തീർച്ചയായിട്ടും ഇത് ഡോക്ടർമാരിൽ നമ്മളെല്ലാവരും വല്ല കഴുത്തറപ്പന്മാരാണ് മുന്തിയറപ്പന്മാരാണെന്ന് പറയുന്ന ഡോക്ടർമാരാണ് ഇത്രയുള്ള മഹാമനസ്കരായ നല്ല മനസ്സിനുടമകളായ ആളുകളെ നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഡോക്ടർമാരിൽ ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ടാവാം. അത് നമ്മളിൽ തന്നെ എല്ലാവരും നല്ലവരല്ലല്ലോ, നമ്മളിലുള്ളവരാണല്ലോ ഈ ഡോക്ടർമാരാകുന്നത്. അപ്പോൾ നമ്മളിൽ ചിലർ നല്ലതും ചിലർ മോശക്കാരും ഒരുപാട് നല്ലവരുമുണ്ട്. അതുപോലെ ഡോക്ടർമാരിൽ ഒരുപാട് പേരും നല്ലവരാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി തീർച്ചയായിട്ടും നമ്മളെ ഡോക്ടർമാരെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ കൂടുതൽ ബലപ്പെടുത്തുകയുള്ളൂ. നന്മയുള്ളവരാണെന്നുള്ള ധാരണ. ഡോക്ടർ സൈറോ ഫിലിപ്പ് മെഡിക്കൽ കോളേജിലെ ജനകീയ ഡോക്ടറാണ്. പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമല്ല വൈദ്യ രംഗം എന്ന് അവർക്ക് പൂർണ്ണമായിട്ട് വിവരമുണ്ട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ വലിയ പ്രവർത്തകയായിട്ടാണ് തുടങ്ങിയത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തുടങ്ങുന്നത് കാലിക്കറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അതിൻ്റെ ആദ്യ പ്രവർത്തകൻ്റെ ഒരാളാണ് ഞാൻ. ഇപ്പോഴും കേരളത്തിലെ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പേട്രണാണ് ഞാൻ ഇപ്പോഴും. ഞാൻ പ്രവർത്തിക്കാതെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളം മുഴുവൻ അതൊരു വലിയ സംസ്കാരമായിട്ട് വളർന്നുകൂടിയും സാന്ത്വന ചികിത്സ കോഴിക്കോട് ഒരു 15-20 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. അന്ന് ഞങ്ങൾ തുടങ്ങി വെച്ചത് ഇപ്പോൾ കേരളത്തിൽ വലിയൊരു സംസ്കാരമായി മാറുകയും സാന്ത്വന ചികിത്സ എന്ന് പറയുന്ന ഒരു രീതിയെപ്പറ്റി ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഞങ്ങൾ ആദ്യത്തെ അവാർഡ് ജേതാക്കളിൽ ഡോക്ടർ രാജഗോപാലിന് കേരളത്തിലെ ഉപജ്ഞാതാവായ അല്ലെങ്കിൽ ഏറ്റവും മുൻഗാമിയായ ഡോക്ടർക്ക് ഞങ്ങളിന്ന് ഈ ഡോക്ടേഴ്സ് അവാർഡ് കൊടുത്തിരുന്നു. ഡോക്ടർ രാജഗോപാലിനെ അറിയുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ജിതേന്ദ്രനാഥ്, അദ്ദേഹത്തിനെ സിനിമയിലെ ഒരു വലിയ ഹീറോയെ പോലെ എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ സിനിമയിൽ നന്മകൾ മാത്രം ചെയ്യുന്ന അതൊക്കെ സിനിമയിൽ യഥാർത്ഥത്തിൽ ഉള്ളവരല്ല, കഥയാണ്. പക്ഷേ ഇത് റിയൽ ലൈഫിലെ ഹീറോയാണ്. ഇത്രയും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഡോക്ടർമാരെല്ലാവർക്കും സാധാരണ സാധാരണക്കാർക്ക് കൊണ്ട് സേവനം പ്രധാനമായ അല്ലെങ്കിൽ മുഖമുദ്രമായിട്ട് എടുത്തിട്ടുള്ള ആളുകൾക്കാണ് കൈരളി അവാർഡ് കൊടുക്കുന്നത്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ ഒരിക്കലും തെറ്റാറില്ല. ഡോക്ടർ ജിതേന്ദ്രനാഥിനോട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഈ കാർഡും
ഇപ്പം ഞങ്ങളവിടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അപ്പുറത്ത് ആനയുണ്ട്, ഇപ്പുറത്ത് പുലിയുണ്ട്, അപ്പുറത്ത് കടുവയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ സിനിമയിലല്ലാതെ ജീവിതത്തിൽ വിറയ്ക്കുന്ന ആളുകളാണ്. പക്ഷെ അത്രത്തോളം ധൈര്യപൂർവ്വം ഒരു ഹീറോയിസം കാണിക്കുന്ന, ഇത്രയും പാവപ്പെട്ടവർക്ക് വേണ്ടി മരുന്നും 16 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നൊരു വേദനയുടെ ഗുളിക വാങ്ങിക്കാൻ വരുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുകയും അവർക്കൊരു പരിഹാരം ആലോചിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ജിതേന്ദ്രനാഥാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. തീർച്ചയായിട്ടും ടെലിമെഡിസിൻ സൗകര്യങ്ങൾ നമുക്ക് വളരെ വ്യാപകമായിട്ടില്ല. പക്ഷെ അത് ചെറിയ സൗകര്യങ്ങൾ വെച്ച് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ 28-30 കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ചിലപ്പോൾ നമുക്കൊരു ഫോൺ കണക്ഷൻ കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് സൗകര്യം കിട്ടിയെന്ന് വരില്ല. പക്ഷേ പരിമിതമായ സൗകര്യങ്ങളിൽ കൂടെ അദ്ദേഹം അത് വിദഗ്ധമായി കണ്ടുപിടിക്കുകയും, അതായത് ഡോക്ടർ കൺസൾട്ട് ചെയ്യുകയാണ് രോഗിയോട്, എന്താണ് രോഗം, ഇന്നതാണ് രോഗം, മരുന്ന് നേരത്തെ സ്റ്റോക്ക് ചെയ്തു, അത് എടുത്തു കൊടുക്കാൻ ഒരാളെ വെച്ചിരിക്കുന്നു. വളരെ സിമ്പിളാണ്, നമ്മൾ ആരും ആലോചിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന് എനിക്ക് ഒരു കയ്യടി കൊടുത്തേ പറ്റും. ഈ പുരസ്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ഒരാളെ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ ഈ 3 പേരും ഡോക്ടർമാരാണ്. പക്ഷേ ഡോക്ടർ ആകാൻ പോകുന്ന ഒരാൾക്കാണ് ഞാൻ ഈ അവാർഡ് കൊടുക്കുന്നത്. അത് ഈ വയനാട്ടിൽ തന്നെയുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. നമ്മൾ വളരെ പിന്നോക്കം, വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കമുള്ള ആദിവാസി സമൂഹത്തിൽ നിന്നും 3ാം വർഷ MBBS പഠിക്കുന്ന KA അനൂപാണ്. അനൂപിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുക. അനൂപ് ഡോക്ടർ ആയിട്ടില്ല. ഈ സമ്മാനം ഡോക്ടർ ആകുന്നതിനുള്ള സമ്മാനം. അനൂപ് നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ്. നമ്മുടെ സമൂഹം ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അനൂപ്. സ്വന്തം പ്രയത്നത്തിലൂടെ രാപകൽ പഠിച്ച് സാധാരണക്കാരായ മാതാപിതാക്കൾ ജോലിയിൽ കൊണ്ട് ഇത്രയും വലിയ വിദ്യാഭ്യാസ രംഗത്തെത്തുകയും MBBS പഠിക്കാൻ വരെയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെ ശ്ലാഘിക്കുകയും ഇതൊരു ആരംഭമായിക്കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അനൂപിന് ഞാൻ പുരസ്കാരം സമ്മാനിക്കും. അനൂപ് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അടിയ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു നിർധന വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ, എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനും അമ്മയും കർഷക തൊഴിലാളിയാണ്. ആ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് പേർ മെഡിസിനിൽ ചേർന്നെങ്കിൽ പോലും അവരൊക്കെ പിന്നീട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഈ വ്യക്തി ഒരിക്കലും കൊഴിഞ്ഞു പോകരുത്, പുഷ്പിച്ച് വിടണമെന്നുള്ള ചെയർമാൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ഞങ്ങൾ സമ്മാനിക്കുന്നത്. വീട്ടിൽ അനൂപിന് നമ്മോട് എന്തായിരിക്കും പറയാനുള്ളത് എന്ന് കേൾക്കാൻ സമയമായിരിക്കുന്നു. സോ അനൂപിനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ വെച്ച് ഇങ്ങനൊരു സമ്മാനം എനിക്ക് കിട്ടിയതുകൊണ്ട്. വേദിയിലിരിക്കുന്ന മമ്മൂക്ക ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ കാണണമെന്ന് കുറേ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചിട്ട് പോയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. ഈ വേളയിൽ എൻ്റെ അച്ഛനമ്മേനോട് ഞാൻ
എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പ്രചോദനം കൊണ്ട് എല്ലാവർക്കും ഒരു പ്രചോദനമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. താങ്ക് യു. ആദ്യമായി ബെസ്റ്റ് കോ 15 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മുക്കം എക്സ്പോർട്ടേഴ്സിന്റെ ബെസ്റ്റ് കോ ഫുഡ് MDയും യുവസാരഥിയുമായ ശ്രീ സിദ്ദിഖിനെ ക്ഷണിക്കുകയാണ് ശ്രീ മമ്മൂട്ടിയിൽ നിന്നും സ്നേഹോപഹാരം ഏറ്റുവാങ്ങുവാൻ. അടുത്തതായി പരിശുദ്ധിയുടെ പ്രതീകമായ കൈരളി കോക്കനട്ട് ഓയിൽ MD ശ്രീ അബ്ദുൽ നാസറിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിനായി കൈരളി TV ഫിനാൻസ് ആൻഡ് ടെക്നിക്കൽ സീനിയർ ഡയറക്ടർ M. വെങ്കിട്ടരാമനെ ക്ഷണിക്കുന്നു. ഈ ധന്യമായ ചടങ്ങിൻ്റെ പുണ്യമായ ഒരു വ്യക്തിത്വമാണ് ശ്രീ MP വീരേന്ദ്രകുമാർ MP. സാർ, അങ്ങയുടെ ഈ പ്രോത്സാഹനത്തിനും അങ്ങയുടെ മഹാമനസ്കതയ്ക്കും സംഘാടകരുടെ പേരിൽ കൈരളി TVയുടെ പേരിൽ നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഞങ്ങളുടെ വളരെ ചെറിയ ഇടവേളയ്ക്ക് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ ജോയ് മാത്യു, ശ്രീ അബു സലിം, CPIM ജില്ലാ സെക്രട്ടറി ശ്രീ വേലായുധൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി എന്നിവർക്ക് നിങ്ങളുടെ ഈ വിലയേറിയ സമയത്തിനും നിങ്ങളുടെ ഈ പ്രോത്സാഹനത്തിനും നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അവാർഡ് ജേതാക്കളായ ഡോക്ടർ സൈറു ഫിലിപ്പ്, ഡോക്ടർ N. രാധാകൃഷ്ണൻ, ഡോക്ടർ K. ജിതേന്ദ്രനാഥ് എന്നിവർ ആണ് ഈ ചടങ്ങിൻ്റെ താരങ്ങൾ. അവരോരോരുത്തർക്കും പ്രത്യേകം കൈരളിയുടെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ആ ഹൃദ്യമായ സ്വാഗതഗാനം അവതരിപ്പിച്ചത്. അതുകൂടാതെ ഇവിടെ മുൻ അവാർഡ് ജേതാവായ ഡോക്ടർ ലളിതയുടെ സാന്നിധ്യമുണ്ട്. പിന്നെ ഇന്നത്തെ ഹീറോ ആയ മെഡിക്കൽ വിദ്യാർത്ഥി അനു, ഇവർക്കും കൈരളിയുടെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഈ ചടങ്ങ് വൻ വിജയമാക്കി തീർക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഗ്ലോബൽ സഫാരി ഹോളിഡേയ്സ് വയനാട് ഡയറക്ടർ ശ്രീ വിനീത് രഞ്ജിത്ത്, അദ്ദേഹത്തിനും ജില്ലാ സഹകരണ ബാങ്ക് ഈ ചടങ്ങ് നടത്തുവാനായി പ്രത്യേകം സഹായം തന്നിട്ടുണ്ട്. ജില്ലാ സഹകരണ ബാങ്കിലെ സാരഥികൾക്കും കൈരളിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അങ്ങനെ കൈരളി പീപ്പിൾ ഡോക്ടേഴ്സ് അവാർഡ് 2017 തിരുച്ചിയിൽ വീഴുകയായി. ഈ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ വിശിഷ്ടാതിഥികൾക്കും അഭിനയകാംക്ഷികൾക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ശുഭരാത്രി.